ചിത്രത്തിൻ്റെ തുടക്കത്തിൽ പാറ്റിൻ്റെ കീഴിലുള്ള ഒരു മ്യൂസിക് ബാൻഡിനെയാണ് കാണിക്കുന്നത്. പ്രോഗ്രാം ചെയ്ത് കിട്ടിയിരുന്ന തുച്ഛമായ പണമായിരുന്നു അവരുടെ ഏക വരുമാന മാർഗം. അന്ന് അവരുടെ ഒരു പ്രോഗ്രാം ക്യാൻസലായി പോയിരുന്നു. ഏവരും അതിൻ്റെ വിഷമത്തിലായിരുന്നു. ഡീസൽ കഴിഞ്ഞതിനെ തുടർന്ന് അവർ തങ്ങളുടെ വാഹനം ഒരു ചോളപ്പാടത്തിനുള്ളിലായി നിർത്തിയിട്ടിരിക്കുകയാണ്. പിന്നീട് കൂട്ടത്തിലുണ്ടായിരുന്ന പാറ്റും സാമും കൂടി കുറച്ചകലെയായി ഉണ്ടായിരുന്ന കാർ പാർക്കിങ്ങിലേക്ക് ചെന്ന് കുറച്ച് ഇന്ധനം മോഷ്ടിച്ചു. ശേഷം അവരേവരും ചേർന്ന് അവിടെ അടുത്തുണ്ടായിരുന്ന തങ്ങളുടെ ഒരു സുഹൃത്തിനെ കാണാനായി ചൊല്ലുകയാണ്. അങ്ങനെ അവർക്ക് ആ ഒരു നഗരത്തിൽ ചെറിയൊരു പ്രോഗ്രാം കിട്ടി. പ്രതിഫലമായി കിട്ടിയിരുന്ന പണത്തിൽ നിന്നും കുറച്ചവർ ആ ഒരു സുഹൃത്തിനും നൽകിയിരുന്നു. അത് കുറഞ്ഞുപോയെന്ന് അയാൾ പറഞ്ഞതോടെ ബാൻഡിലുണ്ടായിരുന്ന ഒരാൾ അവനുമായി തർക്കിച്ചിരുന്നു. പിന്നീട് ആ ഒരു സുഹൃത്ത് തന്നെ അവൻ്റെ കസിൻ വർക്ക് ചെയ്തിരുന്ന ഡാൻസ് ബാറിൽ അവർക്കൊരു പ്രോഗ്രാം പിടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സംഘം അവൻ പറഞ്ഞു കൊടുത്തിരുന്ന ഡാൻസ് ബാറിലേക്ക് ചെല്ലുകയും അവൻ്റെ കസിനായ ഡാനിയേലിനെ കാണുകയും ചെയ്തു. ഗേബ് എന്ന യുവാവായിരുന്നു ആ ഡാൻസ് ബാറിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അവിടെ എത്തിയപ്പോഴാണ് അത് നാസി വിരുദ്ധരുടെ ന്യൂ നാസി ബാറാണെന്ന് സംഘം തിരിച്ചറിയുന്നത്. അതിനാൽ തന്നെ നാസി വിരുദ്ധ ഗാനങ്ങളാണ് അവർ ആ ഒരു ഡാൻസ് ബാറിൽ ആലപിച്ചത്. ഈ ഒരു സമയത്ത് എമിലി ആംബർ എന്നീ 2 യുവതികളെ സഹപ്രവർത്തകർ കൂട്ടിക്കൊണ്ടു പോകുന്നത് പാറ്റ് ശ്രദ്ധിച്ചിരുന്നു. ഈ ഒരു പ്രോഗ്രാമിന് നല്ലൊരു പ്രതിഫലം തന്നെ പാറ്റിനും കൂട്ടർക്കും കിട്ടിയിരുന്നു. ഈ ഒരു സമയത്തെല്ലാം ആ ഡാൻസ് ബാറിൽ മയക്കുമരുന്ന് കച്ചവടം തകൃതിയായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. തിരികെ വരുന്ന സമയത്ത് മറന്നു വച്ചിരുന്ന സാമിൻ്റെ മൊബൈൽ ഫോൺ എടുക്കാനായി പാറ്റ് തങ്ങൾക്ക് വസ്ത്രം മാറാനായി നൽകിയിരുന്ന ഗ്രീൻ റൂമിലേക്ക് ചെന്നു. ഈ ഒരു സമയത്താണ് അവൻ ഔചാരിതമായി അവിടെ കുത്തേറ്റ് മരിച്ചു കിടന്നിരുന്ന എമിലി എന്ന യുവതിയെ കാണുന്നത്. ആ ഒരു ബാറിൽ നിന്നും തൻ്റെ കാമുകനൊപ്പം രക്ഷപ്പെടാൻ ശ്രമിച്ചതിൻ്റെ പേരിലായിരുന്നു അവർ എമിലിയെ കുത്തിക്കൊലപ്പെടുത്തിയിരുന്നത്. എന്നിരുന്നാലും എമിലി ആ ബാറിൽ തന്നെ ജോലി ചെയ്തിരുന്ന അവളുടെ കാമുകൻ്റെ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല. അവളുടെ കൂട്ടുകാരായ ആംബർ എത്രയും വേഗം പോലീസിനെ വിളിക്കാനായി പാറ്റിനോട് പറഞ്ഞു. പാറ്റ് ഉടൻ തന്നെ പോലീസിനെ വിളിക്കുകയും ഡാൻസ് ബാറിൽ ഒരാൾക്ക് കുത്തേറ്റിട്ടുണ്ടെന്ന് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഗേബും ഡാൻസ് ബാറിലെ മറ്റു ജീവനക്കാരും ചേർന്ന് പാറ്റിനെയും കൂട്ടരെയും ആ ഒരു ഗ്രീൻ റൂമിൽ ആംബറിനൊപ്പം പൂട്ടിയിടുകയാണ്. പാറ്റിൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയതിനു ശേഷം പോലീസ് വരട്ടെയെന്നും അതുവരെ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യണമെന്നും ഗേബ് അവരോട് പറഞ്ഞു. പുറത്തേക്കിറങ്ങിയ ഗേബ് അവിടെ ഉണ്ടായിരുന്ന 2 യുവാക്കൾക്ക് പണം നൽകി ഒരു യുവാവിനോട് മറ്റേ യുവാവിനെ കുത്താനായി ആവശ്യപ്പെടുകയാണ്. യുവാക്കൾ അപ്രകാരം ചെയ്തതോടെ കൊടുത്തിരുന്ന പണം ഗേബ് തിരിച്ചു വാങ്ങി. ഈ പണം ഞാൻ ഇരട്ടയാക്കി സൂക്ഷിക്കാമെന്നും ഇത് ഇനിയുള്ള നിങ്ങളുടെ എൻട്രി ഫീസിൽ നിന്നും കുറയ്ക്കാമെന്നും ഗേബ് യുവാക്കളോട് പറഞ്ഞു. അല്പസമയത്തിനകം തന്നെ പോലീസ് അങ്ങോട്ടേക്കെത്തി. തെറ്റിദ്ധരിക്കപ്പെട്ട പോലീസ് കുത്തേറ്റിരുന്ന യുവാക്കളെയും കസ്റ്റഡിയിലെടുത്ത് മടങ്ങി. ഈ ഒരു സമയത്ത് ആ ഡാൻസ് ബാറിൻ്റെ ഓണറായിരുന്ന ഡാർസിയും അങ്ങോട്ടേക്കെത്തിയിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും പോലീസിനെ കാണാതായതോടെ ഇതിലെന്തോ ചതിയുണ്ടെന്ന് പാറ്റും കൂട്ടരും മനസ്സിലാക്കുകയാണ്. തോക്കേന്തിയ നിലയിൽ ഒരു ബാർ ജീവനക്കാരൻ ആ ഒരു ഗ്രീൻ റൂമിനകത്ത് അവരെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഉണ്ടകൾ ഊരി വെച്ചതിനു ശേഷം ആ ഒരു തോക്ക് പാറ്റിനും കൂട്ടർക്കും കൈമാറാനായി അയാൾക്ക് നിർദ്ദേശം കിട്ടി. അയാൾ അപ്രകാരം തന്നെ ചെയ്യുകയും ചെയ്തു. ശേഷം ആ ഒരു ബാർ ജീവനക്കാരൻ ഗ്രീൻ റൂമിൽ നിന്നും പുറത്തു കടക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ പാറ്റും കൂട്ടരും അയാളെ തടയുകയും അയാളെ ബന്ദിയാക്കുകയും ചെയ്തു. അയാളെ വിട്ടുകൊടുത്താൽ ഡാർസിയും കൂട്ടരും ചേർന്ന് തങ്ങളെ കൊലപ്പെടുത്തുമെന്ന് സംഘം ഭയപ്പെട്ടിരുന്നു. അവരും ചേർന്ന് അയാളുടെ പക്കലുണ്ടായിരുന്ന വെടിയുണ്ടകൾ കരസ്ഥമാക്കി ആ ഒരു റൂമിൻ്റെ ഭിത്തികൾ തകർത്ത് എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് സംഘം പരിശ്രമിച്ചു നോക്കി. പിന്നീട് അവർ ബന്ദിയാക്കിയിരുന്ന ബാർ ജീവനക്കാരൻ്റെ കീശയിലുള്ള വസ്തുക്കളെല്ലാം പുറത്തെടുക്കുകയാണ്. അയാളുടെ കീശയിൽ നിന്നും കിട്ടിയ താക്കോൽ സാം കയ്യിൽ കരുതി. ആ ബാർ ജീവനക്കാരൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിലും ഡാർസിയെ ഭയന്ന് അയാളത് പൊട്ടിച്ചു കളഞ്ഞു. പിന്നീട് അടുത്ത DJ പാർട്ടിക്കായി ബാറിലെ ലൈറ്റുകൾ അണച്ചു. ചെറിയൊരു അറ്റകുറ്റപ്പണി നടത്തേണ്ടതുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ബാറിൽ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതില്ലെന്ന് ഡാർസി അങ്ങോട്ടേക്ക് എത്തിയിരുന്ന തങ്ങളുടെ കസ്റ്റമേഴ്സിനെ അറിയിച്ചു. പാറ്റും കൂട്ടരും ബന്ദിയാക്കപ്പെട്ടിരുന്ന കാര്യം അപ്പോഴും ഡാനിയേൽ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഡാർസി പാറ്റിൻ്റെയും കൂട്ടരുടെയും വാതിലിനരികിലേക്കെത്തി. തോക്ക് തിരികെ തന്നാൽ നിങ്ങളെ പുറത്തുവിടുന്ന കാര്യം പരിഗണിക്കാമെന്ന് ഡാർസി അവരെ അറിയിച്ചു. അങ്ങനെ മറ്റു മാർഗമില്ലാതെ പാറ്റ് വാതിലൽപ്പം തുറന്ന് തോക്ക് ഡാർസിക്ക് കൈമാറാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എയർ ഹോളിലൂടെ ആംബർ പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവൾ തോക്കുകളും ഏന്തി നിൽക്കുന്ന
ഡാർസിയുടെ അനുയായികളെ കാണുകയും ഇതൊരു ചതിയാണെന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. ഉടൻ തന്നെ ഡാർസിയും കൂട്ടരും ചേർന്ന് പാറ്റിൻ്റെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങുകയും അവൻ്റെ കയ്യിൽ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കൂട്ടുകാരായവരും ചേർന്ന് പാറ്റിനെ രക്ഷിച്ച് അകത്തേക്കാക്കി വാതിലടച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് പാറ്റിൻ്റെ ഇടത് കൈപ്പത്തി വെട്ടേറ്റ് മുറിഞ്ഞ് തൂങ്ങിയാടുന്ന നിലയിലായിരുന്നു. എമിലിയുടെ കൊലപാതക വിവരം അറിഞ്ഞിരുന്ന അവരെ ഏവരെയും കൊന്നുകളയാനായിരുന്നു ഡാർസിയുടെ തീരുമാനം. ഒരു സമയത്ത് അവർ ബന്ദിയാക്കിയിരുന്ന ബാർ ജീവനക്കാരൻ രക്ഷപ്പെടാനായി ശ്രമിച്ചു. അതോടെ അവർ ആ ഒരു ബാർ ജീവനക്കാരനെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തുകയാണ്. അയാൾ മരിച്ചെന്ന് ഉറപ്പാക്കാനായി ആംബർ അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആ മനുഷ്യൻ്റെ വയറു കീറി. ഇതേസമയം ഡാർസി ഏവരെയും കൊലപ്പെടുത്താനായി ഗേബിനും കൂട്ടർക്കും നിർദ്ദേശം നൽകുകയായിരുന്നു. ഈ ഒരു സമയത്താണ് കാര്യങ്ങളെല്ലാം ഡാനിയേലും തിരിച്ചറിയുന്നത്. തൻ്റെ രഹസ്യങ്ങൾ പുറത്തറിയാതിരിക്കാനായി ആ ബാറിലെ ജീവനക്കാരെയൊന്നും അവിടെ മുട്ടുപോകാൻ ഡാർസി അനുവദിച്ചിരുന്നില്ല. രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന സമയത്ത് പാറ്റിനും കൂട്ടർക്കും ആ ഒരു റൂമിൻ്റെ അടിഭാഗം തകർക്കാനായി കഴിഞ്ഞിരുന്നു. അതുവഴി സാമടക്കമുള്ള കുറച്ചു പേർ താഴേക്കിറങ്ങി. രഹസ്യമായി മയക്കുമരുന്നുകൾ നിർമ്മിച്ചിരുന്ന ഡാർസിയുടെ ഒരു ലാബായിരുന്നു അത്. അവിടെ നിന്നും കിട്ടിയിരുന്ന ഇൻസുലേഷൻ ടാപ്പുമെടുത്ത് സംഘം പാറ്റിൻ്റെ പക്കലേക്ക് തിരികെ ചെന്നു. അതുപയോഗിച്ചവർ ഒടിഞ്ഞു തൂങ്ങിയിരുന്ന പാറ്റിൻ്റെ ഇടത് കൈപ്പത്തി വെച്ചുകെട്ടി. ഡാൻസ് ബാറിനകത്ത് ആരുമില്ലെന്ന് മനസ്സിലാക്കി പിന്നീട് അവർ ഗ്രീൻ റൂമിൽ നിന്നും പുറത്തു കടക്കാനായി ശ്രമിക്കുകയാണ്. ഇക്കാര്യം മനസ്സിലാക്കിയിരുന്ന ഡാർസി തൻ്റെ വേട്ടപ്പട്ടിയെ ബാറിനകത്തേക്ക് കടത്തിവിടുകയാണ്. അത് കൂട്ടത്തിലുണ്ടായിരുന്നൊരു യുവാവിനെ അതിമൃഗീയമായി കൊലപ്പെടുത്തി. ഈ ഒരു കാഴ്ച കണ്ട് ബാക്കിയുള്ളവരേവരും ചിതറിയോടി. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജനൽ വഴി പാറ്റിൻ്റെ മറ്റൊരു കൂട്ടുകാരൻ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. പക്ഷേ അതൊരു ട്രാപ്പായിരുന്നു. അവിടെ ഡാർസിയുടെ ആളുകൾ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവരേവരും ചേർന്ന് ആ ഒരു യുവാവിനെ മൃഗീയമായി കുത്തിക്കൊലപ്പെടുത്തുകയാണ്. ഈ ഒരു സമയത്ത് ബാറിലെ ഒരു ജീവനക്കാരൻ സാമിന് നേരെയും ചാടി വീണിരുന്നു. അവൾ കയ്യിൽ കിട്ടിയ ഫയർ എക്സിക്യൂഷണർ അക്രമിക്ക് നേരെ പ്രയോഗിച്ച് അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. ഡാർസിയുടെ വേട്ടപ്പട്ടി ആംബറിനെയും ആക്രമിക്കാനായി ശ്രമിച്ചെങ്കിലും കയ്യിൽ കിട്ടിയ ആയുധം ഉപയോഗിച്ച് അവൾ ആ പട്ടിയെ അടിച്ചോടിച്ചു. അതോടെ മറ്റു മാർഗമില്ലാതെ അവശേഷിച്ച പാറ്റും സാമും ആംബറും ഗ്രീൻ റൂമിനകത്തേക്ക് തന്നെ തിരിച്ചു കയറുകയാണ്. പിന്നീട് ഡാർസി മൂവരെയും കൊലപ്പെടുത്താനായി ഡാനിയേലിനെയും തൻ്റെ മറ്റൊരു സംഘാംഗത്തെയും അയക്കുകയാണ്. അവരുടെ പക്കലേക്ക് എത്തിയ ഡാനിയേലിനോട് എമിലി കൊല്ലപ്പെട്ടെന്ന് ആംബർ അറിയിച്ചു. ഈ ഒരു സമയത്താണ് എമിലി കൊല്ലപ്പെട്ടിരുന്ന വിവരം ഡാനിയേൽ അറിയുന്നത്. ഇത് അവന് വലിയ ഷോക്കായി. കാരണം എമിലിയുടെ കാമുകൻ ഡാനിയേലായിരുന്നു. ഇരുവരും ആ ഒരു ഡാൻസ് ബാറിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. എത്ര ചോദിച്ചിട്ടും അവൾ നിന്റെ പേര് പറഞ്ഞിരുന്നില്ലെന്ന് കരഞ്ഞുകൊണ്ട് ആംബർ ഡാനിയേലിനെ അറിയിച്ചു. ഇക്കാര്യം തിരിച്ചറിഞ്ഞതോടെ ഡാനിയേൽ തൻ്റെ സംഘാംഗത്തെ തിരിച്ചയക്കുകയും പാറ്റിനും കൂട്ടർക്കുമൊപ്പം ചേരുകയും ചെയ്തു. ഈ ഒരു സമയത്ത് ഡാർസിയും കൂട്ടരും കൊല്ലപ്പെട്ടിരുന്ന പാറ്റിൻ്റെ 2 സുഹൃത്തുക്കളുടെ മൃതശരീരം അടക്കം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അല്പസമയത്തിനകം തന്നെ എമിലിക്കൊപ്പം ഒളിച്ചോടാൻ തീരുമാനിച്ചിരുന്നത് ഡാനിയേലാണെന്ന് ഡാർസി തിരിച്ചറിഞ്ഞു. അതോടെ ഡാർസി ഡാനിയേലിൻ്റെ വാഹനം പരിശോധിക്കുകയാണ്. വാഹനത്തിനകത്ത് ഡാനിയേൽ അവശ്യ സാധനങ്ങളും ആയുധങ്ങളുമെല്ലാം ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതോടുകൂടി ഡാനിയേലിനെയും കൊന്നുകളയാമെന്ന് ഡാർസി തീരുമാനിച്ചു. തനിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴി അറിയാമെന്ന് ഡാനിയേൽ പാറ്റിനെയും കൂട്ടരെയും അറിയിച്ചു. ഇതേസമയം ഡാർസി അവരെ 4 പേരെയും കൊലപ്പെടുത്താനായി തൻ്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിരുന്നു. അവർ ഡാനിയേലിൻ്റെ തലയിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് അവനെ കൊലപ്പെടുത്തി. ആംബറും സാമും പാറ്റും ചേർന്ന് അക്രമികളോട് പോരാടുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഡാനിയേലിൻ്റെ വാളും അക്രമികളുടെ പക്കലുണ്ടായിരുന്ന തോക്കും സംഘം കൈവശപ്പെടുത്തി. തോക്ക് കിട്ടിയ ധൈര്യത്തിലവർ ഡാനിയേലിനോടും കൂട്ടരോടും പോരാടാനായി പുറത്തേക്കിറങ്ങി. എന്നാൽ പുറത്തു കാത്തു നിന്നിരുന്ന ഡാനിയേലും കൂട്ടരും അവർക്കു നേരെ തുരത്തുര നിറയൊഴിക്കുകയാണ്. ആംബറിന് കാലിന് വെടിയേറ്റതോടെ സാമ തോക്കെടുത്ത് അവരുമായി പോരാടാനായി ശ്രമിച്ചു. ഉടനെ ഡാർസിയുടെ വേട്ടപ്പട്ടി അവൾക്ക് നേരെ ചാടി വീഴുകയും അവളെ ക്രൂരമായി കൊലപ്പെടുത്തുകയുമാണ്. മറ്റു മാർഗമില്ലാതെ പാറ്റെ ആംബറിനെയും കൂട്ടി ഗ്രീൻ റൂമിനകത്തേക്ക് തന്നെ പിൻവാങ്ങി. അവൻ ആംബറിൻ്റെ കാലിലെ മുറിവ് വെച്ചുകെട്ടി. ഈ ഒരു സമയത്ത് ഗേബ് സാമിൻ്റെ കീശയിലുണ്ടായിരുന്ന തങ്ങളുടെ താക്കോൽ തിരികെ എടുത്തിരുന്നു. അവശേഷിച്ച 2 പേരെയും കൊലപ്പെടുത്താൻ നിർദ്ദേശം നൽകിക്കൊണ്ട് പിന്നീട് ഡാർസി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എനിക്കിവിടെ കിടന്ന് മരിക്കാൻ താല്പര്യമില്ലെന്നും
എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്നും പാറ്റ് ആംബറിനോട് പറഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഡാർസിയുടെ അനുയായികളെയും കൂട്ടി ഗേബ് ഇരുവരെയും കൊലപ്പെടുത്താനായി ബാറിനകത്തേക്ക് പ്രവേശിച്ചു. ഈ ഒരു സമയത്ത് പാറ്റും ആംബറും ചേർന്ന് സ്പീക്കറിലൂടെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയാണ്. അസഹനീയമായ ഈ ഒരു ശബ്ദം സഹിക്കാനാവാതെ ഡാർസിയുടെ വേട്ടപ്പെട്ടി പുറത്തേക്ക് വിരണ്ടോടി. അക്രമികളുടെ ശ്രദ്ധയാകർഷിച്ച് ഗ്രീൻ റൂമിൽ നിന്നും പാറ്റ് താഴെയുള്ള ലാബിലേക്ക് ചാടി. അതോടുകൂടി പാറ്റിനെ അന്വേഷിച്ച് ഒരക്രമി താഴേക്കിറങ്ങുകയാണ്. ഒരു തക്കത്തിന് താഴേക്ക് നോക്കിക്കൊണ്ടിരുന്നിരുന്ന രണ്ടാമനെ പുറകിൽ നിന്നും ആംബർ കൊലപ്പെടുത്തി. ശേഷം ആംബറും പാറ്റും ചേർന്ന് അയാളുടെ കൂട്ടാളിയെ കൂടി വകവരുത്തുകയാണ്. തൻ്റെ അനുയായികളെല്ലാം മരിച്ചതോടെ അവർക്കൊപ്പമുണ്ടായിരുന്ന ഗേബ് ഭയചകിതനായി. ഇരുവരും ചേർന്ന് ഗേബിനെ ബന്ദിയാക്കുകയും ഡാർസിയുടെ വീട് കാണിച്ചു തരാനായി അവനോട് പറയുകയും ചെയ്തു. പുറത്തൊരു വാഹനം കിടന്നിരുന്നെങ്കിലും അതിൽ താക്കോലുണ്ടായിരുന്നില്ല. അതോടെ അവർ ഗേബിനെ തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് കാൽനടയായി ഡാർസിയുടെ വീട്ടിലേക്ക് നടത്തം ആരംഭിച്ചു. കാട്ടിലൂടെ അവർ ഏറെ ദൂരം മുന്നോട്ടേക്ക് നീങ്ങി. സത്യത്തിൽ ഗേബും ഡാർസിയുടെ പക്കൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഡാർസിയുടെ വീടെത്താറായതോടെ നീ പോയി പോലീസിനെ വിളിക്കാനായി അവർ ഗേബിനോട് പറഞ്ഞു. ഞങ്ങളെ ചതിച്ചാൽ ഞങ്ങൾ നിന്നെ കണ്ടെത്തി കൊലപ്പെടുത്തുമെന്നും പറഞ്ഞുകൊണ്ട് അവർ ഗേബിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ശേഷം അവരിരുവരും ഡാർസിയുടെ വീട് ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് നീങ്ങി. അങ്ങനെ അവർ ഡാർസിയുടെ പക്കലേക്ക് എത്തുകയും ഡാർസിയെയും അനുയായികളെയും ഗൺ പോയിന്റിൽ നിർത്തുകയും ചെയ്തു. ഈ ഒരു സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച ഡാർസിയുടെ അനുയായിയെ അവർ വെടിവെച്ച് കൊലപ്പെടുത്തി. അല്പസമയത്തിനു ശേഷം അവശേഷിച്ചിരുന്ന ഡാർസിയുടെ അനുയായിയും അവരെ ആക്രമിക്കാൻ തുനിഞ്ഞു. അതോടെ അവർ അയാളെയും വെടിവെച്ചു കൊന്നു. ശേഷം അവർ പിന്തിരിഞ്ഞു നടന്ന ഡാർസിക്ക് നേരെയും നിറയൊഴിക്കുകയാണ്. ഡാർസി ഇരുവരെയും ആക്രമിക്കാനായി തോക്കെടുത്തെങ്കിലും ഞൊടിയിടയിൽ തന്നെ ഇരുവരും ചേർന്ന് ഡാർസിയെ കൊലപ്പെടുത്തി. ഇതേ നേരം ഗേബ് അവിടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികളുടെ പക്കലേക്ക് എത്തുകയും പോലീസിനെ വിളിക്കാനായി അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഏവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം ആംബറും പാറ്റും പോലീസിനായി കാത്തിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഡാർസിയുടെ വേട്ടപ്പെട്ടി അങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷേ അത് അവരെ ആക്രമിക്കാതെ കടന്നുപോയി. ഡാർസിയുടെയും കൂട്ടരുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ആ ഒരു വേട്ടപ്പെട്ടി പ്രവർത്തിച്ചിരുന്നത്. ജീവൻ തിരിച്ചുകിട്ടിയ ആശ്വാസത്തിൽ പോലീസിനായി കാത്തിരിക്കുന്ന പാറ്റിനെയും ആംബറിനെയും കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.